നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യ മലേഷ്യ ഡിസ്കസ് എൻട്രി ഇൻടു ബ്രിക്സ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കേണ്ടത്. അപ്പോൾ ഈ ആർട്ടിക്കിളിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ഇന്നത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എക്കണോമിക്കൽ പരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അതുവഴി പിന്നെ അതിനുശേഷം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ബ്രിക്സിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു ടോപ്പിക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന IR അഥവാ ഇന്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കഷനിലേക്ക് പോകുന്നത്. വീണ്ടും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ നമുക്ക് IR-ഉമായിട്ട് ബന്ധപ്പെട്ട തന്നെ ആർട്ടിക്കിളാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 തന്നെയാണ് ആ ഒരു ആർട്ടിക്കിൾ വരുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യയും ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. റീസെന്റ് കണ്ടക്ടഡ് 2+2 ഡയലോഗ് ആണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിലെ കീ വേർഡായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ 2+2 ഡയലോഗ് എന്നും ഇനി ജപ്പാനുമായിട്ട് മാത്രമാണോ ഇന്ത്യ ആ ഒരു ഡയലോഗ് കണ്ടക്ട് ചെയ്യുന്നത് മറ്റേതെങ്കിലും രാജ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് മെയിൻലി നമ്മളത് പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇന്നത്തെ ശരിക്കും എഡിറ്റോറിയൽ പേജിലെ ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ എന്ന് പറയുവാണെങ്കിൽ ഇത് തന്നെയാണ്. ഗ്രൗണ്ട് പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ മാസ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡേറ്റാസ് നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ നാലാമത്തെ ഒരു ആർട്ടിക്കിളും ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടക്സ്റ്റിന്റെ ബേസിൽ ഈ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. നമ്മൾ ഓൾറെഡി പല DNA ക്ലാസ്സിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ്. എനിവേ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് വന്നിട്ടുണ്ട് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ്ങിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ആദ്യമേ തന്നെ എന്താണ് എത്തനോൾ ബ്ലെൻഡിംഗ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. അതിനുശേഷം അതിൻ്റെ അഡ്വാൻറ്റേജസും അതിനുശേഷം അതിൻ്റെ ഡീമെറിറ്റ്സുമാണ് മെയിൻലി നമുക്കവിടെ പഠിച്ചു പോകേണ്ടതുള്ളത്. സോ ഈ ഒരു ടോപ്പിക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇത് എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം. സോ തന്നെ ആ ഒരു എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 തന്നെയാണ് വരുന്നത്. എക്കോളജി എൻവയോൺമെന്റ് ടോപ്പിക്കിലും ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ലാസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ഇന്ത്യ മലേഷ്യ അപ്ഗ്രേഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസ്കസ് എൻട്രി ടു ബ്രിക്സ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഇപ്പം IR അഥവാ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു വാർത്തയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു IR-ന്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു വാർത്ത വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഈ പത്രം വായിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു വേൾഡ് മാപ്പ് നിങ്ങളുടെ കയ്യിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ റിലേഷൻസിന്റെ വാർത്തകൾ വരുമ്പോഴേക്കും ഉടനെ ഈ രാജ്യം, അതായത് ഇപ്പോൾ ഇന്ത്യയും ഏത് രാജ്യമായിട്ടാണോ ബന്ധപ്പെട്ട് വാർത്ത വരുന്നത് ആ രാജ്യം ഇവിടെ മലേഷ്യയാണ്. അപ്പം മലേഷ്യയുടെ ഈ പറഞ്ഞ പോലെ വേൾഡ് മാപ്പ് എടുത്തിട്ട് അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മലേഷ്യയുടെ ലൊക്കേഷൻ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ പറഞ്ഞ പോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരുന്ന ഒരു രാജ്യമാണ് മലേഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ ഒരുപാടധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ആര്, ഈ മലേഷ്യ എന്ന് പറയുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ ആസിയാനിലെ മെമ്പർ അല്ല, പക്ഷേ ASEAN+6 എന്നുള്ള സംഘടനയിൽ ഇന്ത്യ അംഗത്വമുണ്ട്. ആസിയാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ഒരു കൂട്ടായ്മയാണ് ആസിയാൻ എന്ന് പറയുവാണെങ്കിൽ. അതിനോട് 6 രാജ്യങ്ങളോട് കയറി വരുന്ന ASEAN+6-നകത്താണ് ഇന്ത്യ മെമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ASEAN+6-നകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള മലേഷ്യയും ഇന്ത്യയും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മലേഷ്യ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് മാറുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡാണ്. നല്ല രീതിയിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മലേഷ്യയുമായിട്ട് സഹകരണം മുന്നോട്ട് പോകുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം മലേഷ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എഡിബിൾ ഓയിൽസ് ആണ്. പാം ഓയിലുകളൊക്കെ പ്രധാനമായിട്ടും ഈ രാജ്യങ്ങളിൽ നിന്നാണ്, ഇന്തോനേഷ്യ അതേപോലെ തന്നെ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇറക്കുമതിയുടെ പേരിലൊക്കെ ആണെങ്കിൽ, പിന്നെ അത് മാത്രമല്ല ഇന്ത്യയുടെ നല്ലൊരു ഡയസ്പോറ, ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആൾക്കാർ അവിടെ പോയി താമസിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ എല്ലാ രീതിയിലും കൾച്ചറലിയും അതുപോലെ തന്നെ എക്കണോമിക്കലും ഒക്കെ തന്നെ ബന്ധമുള്ള ഒരു രാജ്യമാണ് മലേഷ്യ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമ്മൾ നോക്കി, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ് അല്ലേ, ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയിലേക്കൊക്കെയുള്ള പലപ്പോഴും ഗുഡ്സുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെയാണ് പസഫിക് ഓഷ്യൻ മെയിൻലി വരുന്നത്. സോ ഈ പസഫിക് ഓഷ്യനിലേക്ക് ഈ പറഞ്ഞ പോലെ ഗുഡ്സ് പോകുന്നത് നമ്മുടെ ഈ ഒരു ഇവിടെ ഞാൻ സ്ട്രേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടോ, സ്ട്രേറ്റ് ഓഫ് മലാക്ക മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രേറ്റ് ഓഫ് മലാക്കയിലൂടെയാണ് ഈ പറഞ്ഞ പോലെ കടൽ മാർഗം കപ്പലുകളൊക്കെ തന്നെ നമ്മുടെ പസഫിക് ഓഷ്യനിലേക്കും അവിടുന്ന് ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലേക്ക് തന്നെ ഗുഡ്സുമായിട്ട് ട്രാൻസ്പോർട്ട് പോകുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ആ സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിംഗ് പവറും കാര്യങ്ങളൊക്കെ ആരാണ് വരുന്നത്, മലേഷ്യയുടെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഈ ഒരു സ്ട്രേറ്റിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട്, മീൻസ് ഈ ഒരു പോയിന്റിലായിട്ട് വരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ
സിംഗപ്പൂർ രാജ്യമല്ല, സോറി, മലേഷ്യയുടെ ആ ഒരു പോർട്ട് ടൗൺ സിറ്റി എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്നതാണ് സിംഗപ്പൂർ എന്ന് പറയുകയാണെങ്കിൽ. സോ അത്തരത്തിൽ ഒരുപാടധികം പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് മലേഷ്യ. ട്രേഡ് വൈസും അതുപോലെ നമ്മുടെ കൾച്ചറൽ വൈസ് ഒക്കെ തന്നെ ഒരുപാടധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മലേഷ്യക്ക് നമ്മൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു. റീസെന്റ് മലേഷ്യയുടെ ആ ഒരു പ്രധാന ഈ പറഞ്ഞ പോലെ മെയിൻ ഈ പറഞ്ഞ പോലെ ആൾ ഇന്ത്യ സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ലെവൽ ഉയർത്തിക്കൊണ്ട് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് മുൻകൈ എടുത്തതും. അത് മാത്രമല്ല ഇന്ത്യക്ക് അംഗത്വമുള്ള ബ്രിക്സ് എന്നുള്ള സംഘടന, ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും 5 രാജ്യങ്ങൾ ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാജ്യങ്ങളുടെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ടാണ് ഈ ബ്രിക്സ് എന്നുള്ള പേര് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആരെ ക്ഷണിച്ചിരിക്കുകയാണ്? മലേഷ്യയെ ജോയിൻ ചെയ്യാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന എത്രമാത്രം ഇമ്പോർട്ടൻസ് ഇന്ത്യ ഈ മലേഷ്യക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതുപോലുള്ള ഇന്റർനാഷണൽ റിലേഷൻസിന്റെ വാർത്തകൾ വരുമ്പോഴേക്കും നമ്മൾ വേൾഡ് മാപ്പിൽ ആ രാജ്യം ഒന്ന് സ്പോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിൻ്റെ ഈ പറഞ്ഞ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഏത് കടലിൽ വല്ല ഐലൻഡ് നേഷൻസ് ആണെങ്കിൽ ഏത് കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എപ്പോഴും നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, ഇത് ആ ഒരു കാര്യം ഓർക്കുക. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ത്യയും മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ബൈലാറ്ററൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കുവാണെങ്കിൽ ഇത് 1957 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇന്നോ നിലയോ തുടങ്ങിയതല്ല, 1957 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ത്യയുടെ വലിയൊരു സമൂഹം ഈ പറഞ്ഞ ഡയസ്പോറയായിട്ട് 2.95 മില്യൺ ഇന്ത്യൻസ് ആണ് അവിടെ മലേഷ്യയിൽ ഉള്ളത് എന്നുള്ള ഒരു കാര്യം ഓർക്കാം. ആൻഡ് ഇറ്റ്സ് എ സെക്കൻഡ് ലാർജസ്റ്റ് PEO കമ്മ്യൂണിറ്റി ഇൻ ദ വേൾഡ് ആഫ്റ്റർ ദി US. ഓക്കെ, ആ ഒരു ഡയസ്പോറയുടെ കാര്യത്തിലേക്ക് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ സാധിക്കുന്നതാണ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ കമ്മ്യൂണിറ്റി, PIO. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ US കഴിഞ്ഞാൽ ഇന്ത്യൻ PIO ആയിട്ട് താമസിക്കുന്ന എവിടെയാണ്? മലേഷ്യയിലുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി നമ്മൾ എക്കണോമിക്കൽ വൈസ് നോക്കുവാണെങ്കിൽ ട്രേഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മലേഷ്യ ഹാസ് എമർജ്ഡ് ആസ് 13th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ 13ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ആണ് ആര്? മലേഷ്യ എന്ന് പറയുന്നത്. ഇനി മലേഷ്യയുടെ ആംഗിൾ ചിന്തിക്കുവാണെങ്കിൽ വി ആർ ദ 10th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഫോർ മലേഷ്യ എന്നുള്ള കാര്യം. അവരുടെ ഈ പറഞ്ഞ പോലെ വൈൽ ഇന്ത്യ ഫിഗേഴ്സ് among the 10 ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണേഴ്സ് ഫോർ മലേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ട്രേഡിംഗ് പാർട്ണേഴ്സിനകത്ത് ഇന്ത്യ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുടെ 13ാമത്തെ ട്രേഡിംഗ് പാർട്ണർ ആരാണ്? മലേഷ്യയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ടേബിളിനകത്ത് ഞാൻ ഒരു ട്രേഡിന്റെ ഒരു കണക്കുകൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ 3 രീതിയിലാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും കാണാം. ഇപ്പോൾ ലേറ്റസ്റ്റ് അവൈലബിൾ ഉള്ള ഡേറ്റ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ ടു നവംബർ വരെയുള്ള ഡേറ്റയാണ് ലേറ്റസ്റ്റ് അവൈലബിൾ. ഇതിൽ നോക്കുമ്പോഴേക്കും നമ്മൾ ഇന്ത്യയിൽ നിന്നും മലേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് $4.32 ട്രില്യൺ സാധനങ്ങളാണ്, വസ്തുക്കളാണ്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതായിക്കോട്ടെ 7.42. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും മലേഷ്യക്കും ഇടയിൽ ട്രേഡ് സർപ്ലസ് ആണോ ട്രേഡ് ഡെഫിസിറ്റ് ആണോ? ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ബിക്കോസ് ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ബിക്കോസ് ഇന്ത്യയുടെ ആംഗിളിൽ നമ്മൾ ഒരുപാട് കമ്പോണന്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 7 ഇപ്പം ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ $7.42 സാധനങ്ങൾ നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി എത്ര രൂപയുടെ മാത്രമാണ്? $4.32 മാത്രം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 രൂപയ്ക്ക് അടുത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെഫിസിറ്റ് ആണ്. പൈസ അങ്ങോട്ടേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ മലേഷ്യയിലേക്കാണ്. സോ മലേഷ്യക്ക് നോക്കുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ട്രേഡ് അവർക്ക് സർപ്ലസ് ആണ്. ബട്ട് നമ്മുടെ ആംഗിൾ നോക്കുമ്പോൾ വി ആർ ഹാവിങ് എ ഡെഫിസിറ്റ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ ഇവിടെയാണ് ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ തന്നെ പാം ഓയിൽ പോലുള്ള ഘടകങ്ങളാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതും പാം ഓയിൽ പോലുള്ള ഘടകങ്ങളാണ്. ഇനി നമുക്കത് കൃത്യമായിട്ട് നോക്കണം. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനറൽ ഫ്യൂവൽസ്, മിനറൽ ഓയിൽസ്, അലുമിനിയം, അതേപോലെയുള്ള ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾസ് ഒക്കെയാണ് നമ്മൾ മെയിൻലി ഇവിടെ നിന്നും മലേഷ്യയിലേക്കൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ മലേഷ്യയിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാം ഓയിൽ, പ്രധാനമായിട്ടും പാം ഓയിൽ, പിന്നെ മിനറൽ ഫ്യൂവൽസ് ഉണ്ട്, മിനറൽ ഓയിൽസ്, ഇലക്ട്രിക്കൽ മെഷീനറി ഐറ്റംസ്, ഇങ്ങനെയുള്ളവയൊക്കെയാണ് പ്രധാനമായിട്ടും മലേഷ്യയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നേരെ തിരിച്ച് കയറ്റുമതി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മിനറൽസ് ആണ്. മിനറൽ ഓയിൽസ് ഒക്കെയാണ് കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കൂടുതലും ഓയിൽസ് ആണ്. മീൻസ് പാം ഓയിൽ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിൽ നോക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് വാർത്തകൾ ഉണ്ടായിരുന്നു. ബ്രിക്സിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബ്രിക്സ് എന്നുള്ള സംഘടന രൂപീകരിക്കുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് രൂപീകരിക്കുന്നത്. പിന്നീടാണ് ഇതിലേക്ക് സൗത്ത് ആഫ്രിക്ക കൂടി ചേരുന്നത്. അന്ന് അതിന്റെ പേര് ബ്രിക്സ് എന്നായിട്ട് മാറി. തുടക്കത്തിൽ ഇതിന്റെ പേര് ബ്രിക് എന്ന് മാത്രമായിരുന്നു, BRIC, ബ്രിക് എന്ന് മാത്രമായിരുന്നു. അതിനകത്ത് പിന്നീട് സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നപ്പോഴാണ് ബ്രിക്സ് എന്നുള്ള രൂപത്തിലേക്ക് പേര് മാറ്റപ്പെട്ടത്. ഇപ്പോൾ റീസെന്റ് നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും, ഇപ്പം നിലവിൽ ഈ 5 രാജ്യങ്ങൾ മാത്രമല്ല, പറയുവാണെങ്കിലും ഒരു 4 രാജ്യം കൂടെ എക്സ്ട്രാ ഉണ്ട്. അതാണ് ഇവിടെ ഒരു ലൈറ്റ് ആ ഒരു ഗ്രീനിഷ് കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈജിപ്റ്റ്, സൗദി അറേബ്യ, എത്യോപ്യ, UAE ആൻഡ് ഇറാൻ. ഈ 5 രാജ്യങ്ങൾ കൂടെ നിലവിൽ
പറയുവാണെങ്കിൽ ബ്രിക്സിനകത്തോട്ട് അംഗത്വം എടുത്തിട്ടുണ്ട് ഇറാൻ, ഈജിപ്ത്, സൗദി അറേബ്യ, എത്യോപ്യ ആൻഡ് UAE. ആ യെല്ലോ കളറിൽ കാണപ്പെടുന്ന രാജ്യങ്ങളാണ് ഓൾറെഡി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ. ആ ഒരു ലൈറ്റ് ഗ്രീനിഷിൽ കാണുന്നതാണ് പുതുതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിനകത്തൊക്കെ കാണാം അർജന്റീന ഇസ് നൗ എ പാർട്ട് ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കാരണം അർജന്റീനയ്ക്ക് നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അർജന്റീന ചേരാൻ തുടങ്ങിയതുമാണ്. ബട്ട് ലാസ്റ്റ് മൊമെന്റിൽ അർജന്റീന എന്ത് ചെയ്തു, അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. കാരണം ഈ ബ്രിക്സ് എന്നുള്ള സംഘടന നമ്മൾ നോക്കിയറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. റഷ്യ, ഇന്ത്യ, ചൈന. ഇതിൽ തന്നെ റഷ്യ, ചൈന എന്നുള്ള രണ്ട് രാജ്യങ്ങൾ ആർക്കെതിരായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആർക്ക് വിരുദ്ധരായിട്ട് ആക്ട് ചെയ്യുന്നതാണ്, US എതിരായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ ബ്രിക്സ് എന്നുള്ള സംഘടനയ്ക്ക് US എഗെയിൻസ്റ്റ് എന്നുള്ളൊരു പിക്ചർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ റഷ്യയും ഭാഗമാകുന്നുണ്ട്, അതുപോലെ US നമ്മൾ നല്ലൊരു സുഹൃത്ത് തന്നെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ പൊതുവിൽ നോക്കുമ്പോഴേക്കും ഇതിനകത്ത് US എതിർക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയിലേക്കാണ് ഈ ബ്രിക്സ് എന്നുള്ള സംഘടന വന്ന് വീഴുന്നത്. അപ്പോൾ അതേ സ്ഥാനത്ത് അർജന്റീന അങ്ങനെയല്ല. അർജന്റീന കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ക്ലോസ് കോൺടാക്ട് നമ്മുടെ US വെക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനീഷ്യലി അവർ ഈ ഒരു സംഘടനയിൽ ചേരാനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. പക്ഷേ പിന്നീട് ഈ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോഴായിരിക്കാം മേ ബി അവർ ഈ പറഞ്ഞ പോലെ അർജന്റീന ഇപ്പം നിലവിൽ ബ്രിക്സിന്റെ ഭാഗമല്ല, അവർ ആ ഒരു പ്രൊപ്പോസൽ ഈ പറഞ്ഞ പോലെ നിരസിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഓർത്തേക്കണം. വാർത്തയിലൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാം, അർജന്റീന ബ്രിക്സിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള കാര്യം ഓർക്കുക. അർജന്റീന ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ബ്രിക്സ്. ഇപ്പം നിലവിൽ ബ്രിക്സിന്റെ ഭാഗം ആ ഒരു 5 രാജ്യങ്ങൾ കൂടാണ്ട് ഇറാൻ, ഈജിപ്ത്, സൗദി അറേബ്യ, എത്യോപ്യ ആൻഡ് UAE. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആരെയും കൂടെ ക്ഷണിച്ചിരിക്കുന്നത്, മലേഷ്യ ക്ഷണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അസർബൈജാനെ റീസെന്റ് പറഞ്ഞ പോലെ ക്ഷണിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. സോ വാർത്ത വരുമ്പോഴേക്കും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ടും പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യാണ്. ഇതും IR ബന്ധപ്പെട്ട ആർട്ടിക്കിൾ തന്നെയാണ്. ഇന്ത്യ ജപ്പാൻ കണ്ടക്ട് 2+2 ഡയലോഗ് വിത്ത് ഫോക്കസ് ഓൺ ഇൻഡോ പസഫിക്. ഇൻഡോ പസഫിക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ മേഖല, പസഫിക് ഓഷ്യൻ, ഇത് രണ്ടും കൂടെ ചേരുന്നതിന്റെ വാക്കാണ് ഇൻഡോ പസഫിക് എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ IR പെർസ്പെക്റ്റീവിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വന്നിരിക്കുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യയും രണ്ടാമത്തത് ജപ്പാനുമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ വേൾഡ് മാപ്പ് എടുക്കുക, അവിടെ ജപ്പാന്റെ ആ ഒരു മാപ്പ് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഞാൻ ആ മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്തിരിക്കണം, ആ രാജ്യം സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. വേൾഡ് ജോഗ്രഫിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറാം. സോ ഇവിടെ ജപ്പാനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജപ്പാന്റെ സിറ്റുവേറ്റഡ് ഇൻ സീ ഓഫ് ജപ്പാൻ. സീ ഓഫ് ജപ്പാന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം സീ ഓഫ് ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജപ്പാന്റെ സൈഡ് ബൗണ്ടറി ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ, അല്ലെങ്കിൽ പറയുവാണെങ്കിൽ സീ ഓഫ് ജപ്പാൻ ബിറ്റ്വീൻ നോർത്തിലേക്ക് നോക്കുവാണെങ്കിൽ നോർത്തിൽ സീ ഓഫ് ജപ്പാൻ നോർത്തിൽ കിടക്കുന്ന റഷ്യയാണ്. ഈ പറഞ്ഞ രീതിയിൽ ഓൾമോസ്റ്റ് ഒരു നോർത്ത് വെസ്റ്റേൺ സൈഡിലേക്ക് ഈ പറഞ്ഞ പോലെ നോർത്ത് കൊറിയ വരുന്നുണ്ട്. നോർത്ത് കൊറിയ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ചൈന ബൗണ്ടറി ഇല്ല, ഇവിടം വരെ കിടക്കുന്ന റഷ്യയുടെ ബൗണ്ടറി, അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നോർത്ത് കൊറിയ. സോ റഷ്യ നോർത്തിലേക്കാണ്, സീ ഓഫ് ജപ്പാൻ നോർത്തിലേക്ക്, ഓൾമോസ്റ്റ് നോർത്തിലേക്കാണ് കിടക്കുന്നത്. ഈ പറഞ്ഞ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലാണ് നോർത്ത് കൊറിയ കിടക്കുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് സൗത്ത് കൊറിയ കിടക്കുന്നത്. എന്നാൽ ടുവേർഡ്സ് സൗത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൗത്ത് ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആരാണ് സ്ഥിതി ചെയ്യുന്നത്, ജപ്പാനാണ് മെയിൻലി സ്ഥിതി ചെയ്യുന്നത്. സോ ജപ്പാനെ സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ സൗത്ത് ഓഫ് സീ ഓഫ് ജപ്പാൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ദസ് സീ ഓഫ് ജപ്പാൻ ഈസ് സിറ്റുവേറ്റഡ് ടുവേർഡ്സ് എ വെസ്റ്റേൺ മാർജിൻ ഓഫ് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ മാർജിനിലെ ഒരു കടൽ പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ് സീ ഓഫ് ജപ്പാൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ജപ്പാന്റെ തലസ്ഥാന നഗരം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരമാണ് ടോക്കിയോ. നമ്മൾ പലപ്പോഴും വാർത്തയിലേക്ക് കേൾക്കാൻ പറ്റുന്നത്. സോ നഗോയ പ്രോട്ടോകോൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന എക്കോളജി എൻവയോൺമെന്റ് പഠിക്കാറുണ്ട്, നഗോയ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ നഗോയ എന്ന് പറയുന്ന ആ പേര് വരുന്നത് ആ ഒരു ജപ്പാനിലെ ഒരു സിറ്റിയാണ് നഗോയ. അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പഠിക്കാറുണ്ട്. ആ സെൻഡായി എന്ന് പറയുന്നതും ജപ്പാനിലെ ഒരു സ്ഥലമാണെന്നുള്ള കാര്യം ഓർക്കാം. അതുപോലെ യൊക്കോഹോമ ഫ്രെയിംവർക്ക്, ഇതെല്ലാം ആ ഒരു ജപ്പാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേര് വെച്ചിട്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. സോ എന്തായാലും അത്രയും കാര്യങ്ങൾ അത് വേൾഡ് ജോഗ്രഫിയിൽ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഈ ഒരു വാർത്തയിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ഈ 2+2 ഡയലോഗാണ്. എന്താണ് ഈ 2+2 ഡയലോഗ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. 2+2 ഡയലോഗ് എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് ഈ പങ്കെടുക്കുന്ന രണ്ട് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ എന്നുള്ളതാണ് ഈ 2+2. അതായത് ഇരു രാജ്യത്തിലെയും 2 ഹൈ ലെവൽ റെപ്രസെന്റേറ്റീവ്സ്. ആ 2 ഹൈ ലെവൽ റെപ്രസെന്റേറ്റീവ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫോറിൻ മിനിസ്റ്ററും 2 ഡിഫൻസ് മിനിസ്റ്ററും. അപ്പം ഈ പങ്കെടുക്കുന്ന രണ്ട് രാജ്യങ്ങളിലെയും ഫോറിൻ മിനിസ്റ്റേഴ്സും ഡിഫൻസ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു കൂടിച്ചേർന്ന ഒരു ചർച്ചയെ വിളിക്കുന്ന പേരാണ് 2+2 ഡയലോഗ്സ് ഓർ 2+2 മീറ്റിംഗ്സ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. 2+2 എന്നുള്ളത് ഈ പങ്കെടുക്കുന്ന രണ്ട് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോറിൻ മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഇത് എല്ലാ രാജ്യങ്ങളുമായിട്ട് ചെയ്യാറില്ല. ഇന്ത്യക്ക് അത്രയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമേ നമ്മൾ ഈ 2+2 ഡയലോഗ്സ് കണ്ടക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ ജപ്പാനുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി മറ്റേതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ, പിന്നെ ജപ്പാൻ, ദെൻ ഈ പറഞ്ഞ പോലെ യുണൈറ്റഡ് കിങ്ഡം, റഷ്യ, പിന്നെ ഒരാളും കൂടിയുണ്ട് US. ഓക്കെ, US കൂടിയുണ്ട്. ഈ 5 രാജ്യങ്ങളുമായിട്ടാണ് പ്രധാനമായിട്ടും ഇന്ത്യ
2+2 ഡയലോഗ് കണ്ടക്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, റഷ്യ ആൻഡ് US അപ്പോൾ ഇതിനകത്ത് US ഇസ് ഇന്ത്യസ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2+2 ടോക്ക് പാർട്ണർ. നമ്മൾ ഈ 2+2 ഡയലോഗ് ആദ്യമായിട്ട് തുടങ്ങിയത് ആരുമായിട്ടാണ്? US തുടങ്ങിയത്. പിന്നീട് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മളത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. കറന്റ് 5 രാജ്യങ്ങളുമായിട്ട് 2+2 ഡയലോഗ്സ് ഓസ്ട്രേലിയ, ജപ്പാൻ, UK ആൻഡ് റഷ്യ, പിന്നെ നമ്മുടെ US. സോ ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് 2+2 ഡയലോഗ് ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. 2+2വിനകത്ത് ആരൊക്കെയാണ്? 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഫോറിൻ മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററുമാണ് പങ്കെടുക്കുന്നത്. ഇത്രേ ഉള്ളൂ. ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മെയിൻലി പഠിക്കാൻ ഇത്രേ ഉള്ളൂ. ആ ഒരു 2+2 ഡയലോഗ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈ ലെവൽ മീറ്റിംഗ് എന്നുള്ള കാര്യം ഓർക്കുക. അതിലെ മന്ത്രിമാരാരാണ്, ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ ഈ ഒരു ഡയലോഗ്സ് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം പരീക്ഷയ്ക്ക് ഓർത്തിരുന്നേക്ക്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആർട്ടിക്കിളാണ് എഡിറ്റോറിയൽ പേജിലെ. ഇതിനകത്തെ ഓരോ പാരഗ്രാഫും നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. സെപ്പറേറ്റ് അങ്ങനെ നോട്ടിൻ്റെ ഉപരിയായിട്ട് ഇതിനകത്തെ പാരഗ്രാഫ്സ് ഓരോന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയേക്കാവുന്നതാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ തുടക്കത്തിലത്തെ ഒരു കുറച്ച് പാരഗ്രാഫ്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് ഒരുപാട് ഡേറ്റാസും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹെഡ്ലൈൻ ഒന്ന് വായിച്ചു നോക്കി. എ ഗ്രൗണ്ട് പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ മാസ് എംപ്ലോയ്മെന്റ്. അവിടെ ഇത് 2 കീവേഡുകൾ, ഒന്ന് സസ്റ്റൈനബിളും 2 മാസ് എംപ്ലോയ്മെന്റ്. മാസ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഒട്ടനവധി ആളുകളിലേക്ക് ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് മാസ് എംപ്ലോയ്മെന്റ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് സസ്റ്റൈനബിളാണ്. അതായത് ഏത് രീതിയിലായിരിക്കണം ഈ എംപ്ലോയ്മെന്റ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. ഇവിടെ നമ്മൾ നോക്കാം എന്താണ് ഈ മാസ് എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ കറന്റ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകത്ത് ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്രോക്സിമേറ്റ്ലി 144 ബില്യൺ, 144 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. തൊട്ട് താഴെ കിടക്കുന്ന ചൈനയ്ക്ക് 142 പറയപ്പെടുന്നത്. ഇത് UN കണക്കുകൾ കേട്ടോ. നമ്മുടെ ഇവിടുത്തെ സെൻസസ് നടത്തി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഒഫീഷ്യലി ഇത് പറയാൻ പറ്റുള്ളൂ. UN ഫണ്ട് ഫോർ പോപ്പുലേഷൻ, UN ഫണ്ട് ഫോർ പോപ്പുലേഷൻ, ഇവരുടെ കണക്കുകൾ പ്രകാരമാണ് നിലവിൽ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ രാജ്യം വിത്ത് 144 കോടി 144 ബില്യൺ പോപ്പുലേഷനാണ് കരുതപ്പെടുന്നത്. സോ ദെൻ ഇവിടെ ഈ ഒരു പോപ്പുലേഷൻ ഇന്ത്യക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടുതലാണ്. പക്ഷേ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗുണം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈവൻ നമ്മുടെ സെക്കൻഡ് സ്പോട്ടിൽ നിന്ന് ചൈനയെ അപേക്ഷിച്ച് പോലും ഗുണം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആവറേജ് ഏജ് മീൻസ് ഇവിടെയുള്ള ആളുകളുടെ ആവറേജ് ഏജ് താരതമ്യേന കുറവാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പോൾ. കാരണം അപ്രോക്സിമേറ്റ്ലി 27 വയസ്സാണ് നമ്മുടെ ഇവിടുത്തെ മീൻ ഒരു ആളുകളുടെ ഏജ് എന്ന് പറയുവാണെങ്കിൽ. സോ താരതമ്യേന ചെറുപ്പമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുപ്പമായിട്ടുള്ള ഈ രാജ്യം നമ്മൾ പ്രോപ്പർലി ഹാർനസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടുത്തെ റിസോഴ്സ് ഒക്കെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന 2047 ആകുമ്പോൾ ഈ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്? ജോലികൾ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഒരുപാടധികം ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് പബ്ലിഷ് ചെയ്ത ബഡ്ജറ്റിനകത്തും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് തന്നെയാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. അതിനുവേണ്ടിയുള്ള പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സത്യമാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ കുറവ്, വലിയ രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിലെ പോരായ്മകളാണ്. കാരണം നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തിനെ മാത്രമാണ്? തിയറട്ടിക്കൽ സ്റ്റഡീസിനെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷവും പഠനങ്ങൾ എന്തിനെ നമ്മൾ അധികം മറന്നു കളയുന്നു? ഈ പ്രാക്ടിക്കൽ സ്റ്റഡീസ്, വിച്ച് മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുകയാണ്, അതിൻ്റെ തിയറി നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ആ തിയറി എങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവില്ല. ആക്ച്വലി കമ്പനികൾക്ക് തിയറി അല്ല വേണ്ടത്, അവർക്ക് പ്രാക്ടിക്കലാണ് കൂടുതൽ വേണ്ടത്. സോ ഈ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത കുട്ടികളെ കമ്പനികൾ എന്ത് ചെയ്യത്തില്ല? ഹയർ ചെയ്യത്തില്ല, വർക്കിന് എടുക്കത്തില്ല. അങ്ങനെ വരുന്ന കാരണമാണ് നമ്മുടെ രാജ്യത്ത് ശരിക്കും പറഞ്ഞ സത്യം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും തൊഴിലില്ലായ്മ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കും. പിന്നെ ജോലിയുടെ അവൈലബിലിറ്റിയും വലിയൊരു കൺസേൺ തന്നെയാണ്. ഇനി ഉള്ള ജോലി തന്നെ ആളുകൾക്ക് പോകാൻ പറ്റാത്തത് ഈ സ്കില്ലിൻ്റെ മിസ്മാച്ച് കാരണമാണ്. കാരണം ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ അല്ല കമ്പനികൾക്ക് ആവശ്യമുള്ളത്. സോ ഈ സ്കിൽ മിസ്മാച്ചുകൾ കവർ ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് ഇപ്പോഴുള്ള കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ സ്കിൽ അപ്ഡേഷൻസ് പ്രോഗ്രാംസ് ഒക്കെ തന്നെ കൃത്യമായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അതിലേക്കുള്ള ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഗവൺമെന്റ് അവതരിപ്പിച്ചതാണ് CSIR, മീൻസ് ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ തന്നെ അവയുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് ഇന്റേൺഷിപ്പുകളെ ഫണ്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഈ പറഞ്ഞ ഇന്റേൺഷിപ്പുകളൊക്കെ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇന്റേൺഷിപ്പുകൾ പൂർത്തിയാകുമ്പോഴേക്കും ആളുകൾക്ക് അത്യാവശ്യം ഒരു ഇൻഡസ്ട്രിയൽ നോളജും കാര്യങ്ങളും കിട്ടും. ആ നോളജ് വെച്ചിട്ട് ഫർദർ ഓൺ അവർക്ക് വീണ്ടും എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഗവൺമെന്റ് ഒരു ഐഡിയ അല്ലെങ്കിൽ ലോജിക് എന്ന് ബേസിക്കലി പറയുവാണെങ്കിൽ. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെന്റിന്റെ വേജസ് എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. കാരണം ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നാട്ടിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ മതി. ഒരു 10 പേരുടെ വേക്കൻസി ഉള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും മുന്നോട്ട് വരുന്നത്. ദാറ്റ് ഷോസ് സിവിയറിറ്റി ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ അവർ കൺട്രി. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ തന്നെ ആളുകൾക്ക് മേ ബി കൊടുക്കുന്നത് 10,000, 8,000 ആ റേഞ്ചിലൊക്കെയുള്ള സാലറീസ് ഒക്കെയാണ് പലപ്പോഴും ആളുകൾക്ക് കൊടുക്കുന്നത് പോലും. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പം നിലവിലെ സ്കില്ല് കുറവാന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്കിൽ അപ്ഡേഷൻസ് ഒക്കെ കിട്ടിയിട്ട് ഒരുപാട് പേര് വരാമെന്നിരിക്കുക. സ്റ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സപ്ലൈ കൂടുക. ആളുകൾ ഈ പറഞ്ഞ എംപ്ലോയ്മെന്റിന്റെ മാർക്കറ്റിലേക്കുള്ള സപ്ലൈ കൃത്യമായിട്ടും കൂടുകയാണ്. സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനികൾ വീണ്ടും അവരുടെ റേറ്റ് കുറയ്ക്കും. മീൻസ് ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ 10 പേരുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കമ്പനികളിൽ
കമ്പനികളിൽ നോക്കുമ്പോഴേക്കും 1000 പേരെ അവർക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 1000 പേര് ആപ്ലിക്കേഷനുമായിട്ട് വരുമ്പോഴേക്കും അതിനകത്ത് ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന ആളുകളെ ഈ പറഞ്ഞ പോലെ ചെറിയ ശമ്പളം കൊടുത്ത് എന്ത് ചെയ്യും, കമ്പനികൾ ഹയർ ചെയ്യും. കാരണം അങ്ങനെ വെച്ചാലേ ഉള്ളൂ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം മേ ബി ഈ 1000 ആളുകളിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഇവരിൽ ഓരോരുത്തർക്കും ചിലപ്പോൾ ആ കമ്പനി കൊടുക്കുന്നത് 15,000 രൂപയായിരിക്കും. ഇത്ര ആയിരിക്കും കമ്പനി മന്ത്ലി ചിലപ്പം കൊടുക്കുന്ന സാലറി എന്ന് പറയുവാണെങ്കിൽ. നാളെ ഇതേപോലത്തെ ഒരു 10 പോസ്റ്റിലേക്ക് കമ്പനി ജോലിക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിയുമ്പോഴേക്കും ഇപ്പം ഈ സ്കിൽ അപ്ഡേഷൻസും എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും 1000 ആയിരിക്കത്തില്ല, ചിലപ്പോൾ 3000 പേരെന്ത് ചെയ്യും, ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ കമ്പനിക്ക് 10 പേരെ കിട്ടിയാൽ മതി, 3000 പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും കമ്പനി എന്ത് ചെയ്യും, അവരുടെ ആ ഒരു പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഓഫർ ചെയ്ത 15,000 രൂപയ്ക്കെല്ലാം താത്തി 10,000 രൂപയ്ക്ക് ഇനി മുതൽ ആളെ എടുക്കുകയുള്ളൂ എന്ന് പറയും. ഒരുപാട് പേര് ഈ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാരണം ഈ 10,000 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ സമ്മതിക്കുന്ന ഒരുപാട് പേരും അതിനകത്ത് ഉണ്ടാവും. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു, ആ ഒരു ജോലിയുടെ മീൻസ് ആ ഒരു ബേസിക് ഫെയർ അല്ലെങ്കിൽ ആ ഒരു ബേസിക് സാലറിയിൽ റിഡക്ഷൻ സംഭവിച്ചു. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കുമാണ് നമ്മളൊരു ഡിഗ്നിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത്. മീൻസ് നമുക്ക് എത്രയായിരുന്നോ കിട്ടേണ്ടിരുന്നത് അതുപോലും നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ജോലി കൊണ്ടിട്ട് നമുക്ക് എത്രയാണോ നമ്മൾക്ക് അർഹതപ്പെട്ട എത്ര രൂപയാണോ അത് നമുക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കാണ് ഡിഗ്നിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഡിഗ്നിറ്റിയോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പോകുന്നത്. ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഡേറ്റ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ 2019-20 കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്ത പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ഈ ഒരു പാരഗ്രാഫാണ്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ 2019-20 കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ പ്രകാരം ഇറ്റ് ഹാസ് ഫൗണ്ട് ദാറ്റ് എ വേജ് ഏർണർ ഈസ് ഇൻ ദ ടോപ്പ് 10% ഇഫ് ഹി ഓർ ഷി ഏൺസ് 25,000 പെർ മന്ത്. അതായത് ഇവിടെ ആ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു മാസം 25,000 രൂപയോ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ദേ ആർ എമംഗ് ദ ടോപ്പ് 10% ഓഫ് വേജ് ഏണേഴ്സ്. ഇവിടെ സാലറി കിട്ടുന്നതിൽ അല്ലെങ്കിൽ ടോപ്പ് സാലറി കിട്ടുന്നതിൽ ടോപ്പ് ഈ പറഞ്ഞ പോലെ 10% ആളുകളിൽ എത്തിച്ചേരും. എത്ര സാലറി കിട്ടുവാണെങ്കിൽ 25,000 രൂപ അതിന് മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ. സോ അപ്പം ബഹുഭൂരിപക്ഷം മെയിൻലി ഈ പറഞ്ഞ പോലെ ഒരു 90% ആളുകളും അതിന് താഴേക്കാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുള്ളതല്ലേ നമുക്ക് ആ ഒരു ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ രൂക്ഷമാകാനുള്ള ചാൻസ് ഉണ്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലേക്ക് ഒരുപാട് എംപ്ലോയ്മെന്റ് സെർച്ച് ചെയ്തിട്ട് ആൾക്കാർ വരുമ്പോഴേക്കും. പക്ഷേ എംപ്ലോയ്മെന്റ് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, സ്കിൽ അപ്ഡേഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയാണ് ഗവൺമെന്റ് റോൾ ഇരിക്കുന്നത്. ഗവൺമെന്റ് ഷുഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഗവൺമെന്റ് എന്ത് ചെയ്യണം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഒരറ്റത്ത് ഈ പറഞ്ഞ ജനങ്ങൾക്ക് സ്കിൽ അപ്ഡേഷൻസ് കൊടുക്കുമ്പോൾ മറ്റേ അറ്റത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യണം, കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. സോ ഇങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കറിയാം ഉള്ള ഈ പറഞ്ഞ അല്ലെങ്കിൽ ജോലി സെർച്ച് ചെയ്ത് നടക്കുന്ന എല്ലാ ആളുകൾക്കും ഗവൺമെന്റ് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യമാണ് പ്രൈവറ്റ് കമ്പനീസിനോട് നിങ്ങൾ ഇത്രയും ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഗവൺമെന്റ് ആണെങ്കിൽ ടാക്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും ലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇത്തരത്തിലുള്ള ആളുകളെ ഇന്റേൺഷിപ്പിന്റെ അല്ലെങ്കിൽ മറ്റ് തൊഴിലവസരങ്ങളുടെ ഭാഗമായിട്ട് ഹയർ ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് കമ്പനീസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ആളുകളെ ഹയർ ചെയ്തതിന് ശേഷം ഇവർ കൊടുക്കുന്ന സാലറിയും കാര്യങ്ങളും വളരെ മോശമാകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ഇത്തരത്തിൽ സാലറിയും കാര്യങ്ങളും വളരെ മോശമായി കഴിയുമ്പോഴേക്കാണ് ഡിഗ്നിറ്റി എന്നുള്ളൊരു പോയിന്റ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. സോ മാസ് എംപ്ലോയ്മെന്റ് വിത്ത് ഡിഗ്നിറ്റി റിക്വയർസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്. അപ്പം മാസ് എംപ്ലോയ്മെന്റ് ഓക്കെയാണ്, പക്ഷേ മാസ് എംപ്ലോയ്മെന്റ് എന്തിലേക്ക് നയിച്ചേക്കാം, ആ ഒരു ഡിഗ്നിറ്റി കുറയാനായിട്ട്, മീൻസ് ഡിക്രീസ് ഇൻ ഡിഗ്നിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് റിക്വയർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്. അതായത് ആ കമ്പനികൾ കൂടുതൽ എന്താ പറയുക ജോലികൾ ഇവിടെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി തേടിയ ആളുകൾ വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കൂടുതലും തൊഴിലവസരം കൂടെ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പഴയ അവസ്ഥ തന്നെ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ഓഫർ ചെയ്യുന്ന സാലറികൾ കുറയുകയും അവരുടെ ഡിഗ്നിറ്റി, ആ ഒരു ജോലിയുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു പോയിന്റ് ഉണ്ട്, ഇത് കുട്ടികളെ നമ്മൾ സ്കിൽ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നിലവിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് പലപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സർക്കാർ പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള സ്കിൽ അപ്ഡേഷൻസ് ചെയ്യുന്നത്. അതിന് പകരം ഇനി മുതൽ കോളേജ് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്കിൽ അപ്ഡേഷൻസ് നടത്തിയിരിക്കണം എന്നുള്ളതാണ് ഈ പാരഗ്രാഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയബിലിറ്റി എന്നുള്ള പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് നോർമലി ഇപ്പോൾ നമ്മൾ ഒരു ആർട്സ് സബ്ജക്റ്റുകളൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പാകത്തിൽ ആ കോഴ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് അവിടെ തന്നെ പഠിക്കാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം. അതിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ ഡൽഹിയല്ല, മുംബൈയിൽ അവിടെ കോളേജുകളിലൊക്കെ തന്നെ ചില കോളേജുകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ചില കോളേജുകളിലൊക്കെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ റെഗുലർ ക്ലാസ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിഗ്രി പ്രോഗ്രാംസ് ആയിരിക്കും, BA BSc BCom അങ്ങനെ എന്തെങ്കിലും ഡിഗ്രി പ്രോഗ്രാംസ് ആയിരിക്കും. ബട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഡെയിലി ടൈം ടേബിളിന് ശേഷം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കോച്ചിങ് അവർ കോളേജുകളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സ്പെഷ്യൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഗ്രാജുവേഷനെ ബാധിക്കാത്ത രീതിയിലാണ്, അലോങ് വിത്ത് ഗ്രാജുവേഷനാണ്. ഈ കോച്ചിങ്ങിലൂടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ടും അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആയിട്ടും അങ്ങനെയുള്ള ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ കിട്ടും.
അപ്പോൾ അവർ പഠിക്കുന്നതിനോടൊപ്പം ആക്ച്വലി അവർ എന്തെങ്കിലും കൂടി ചെയ്യുകയാണ്, ഒരു തൊഴിലടിസ്ഥിതമായ എംപ്ലോയ്മെന്റ് ലെവലിലുള്ള ഒരു കോഴ്സ് കൂടെ എന്ത് ചെയ്യുകയാണ്, അവർ പഠിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചിരുന്ന് കഴിയുമ്പോഴേക്കും അവർ പാസ് ഔട്ടായി പുറത്ത് വന്നു കഴിയുമ്പോഴേക്കും നേരിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആണെങ്കിൽ സ്വന്തം ഈ പറഞ്ഞ നിലയിൽ ഒരു ജോലി കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോലി കണ്ടെത്താൻ താരതമ്യേന എളുപ്പമാകാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞത്. മെയിൻലി പറയുവാണെങ്കിൽ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഷുഡ് ബി സസ്റ്റൈനബിൾ എന്നുള്ള പോയിന്റാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ടാണ് ഈ PLFS പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിന്റെ ആ ഒരു പോയിന്റ് കാണിച്ചിരിക്കുന്നത്. 25,000 ആണ് ബെയർ മിനിമം, ആ ഒരു 10% ആളുകൾക്കെങ്കിലും കിട്ടുന്നത്. ഇനി വീണ്ടും ഗവൺമെന്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സ്കിൽ അപ്ഡേഷൻ നടത്തി പക്ഷേ നാട്ടിലെ തൊഴിലിന്റെ എണ്ണം അല്ലെങ്കിൽ ജോലികളുടെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ആ ഒരു ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്ന, ഐ മീൻസ് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടാത്ത രീതിയിലേക്ക് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളായിട്ട് കണക്കാക്കിയാൽ മതി. ഇതിന് നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. ഈ ഒരു PLFSന്റെ ഈ പറഞ്ഞ ഡേറ്റാസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നോട്ടൊക്കെ ആയിട്ട് എവിടെ എഴുതുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഓക്കെ, സോ ദെൻ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് നമ്മുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓൺ ദ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇതിനു മുമ്പും ഈ പറഞ്ഞ എത്തനോൾ ബ്ലെൻഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. സോ എത്തനോൾ ബ്ലെൻഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഫ്യൂവലായിട്ട് ഇപ്പം വാഹനങ്ങളിലെ പെട്രോളും ഡീസലൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഇതിൽ പെട്രോളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കുറച്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഇത്രയും കാലഘട്ടത്തിൽ 10% അത് 20ലേക്ക് ഉയർത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി 20ലേക്ക് ഉയർത്താം എന്നൊരു ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളെ നമ്മൾ അടിക്കുന്ന പെട്രോളിനകത്ത് പ്യുവർലി 100% പെട്രോൾ തന്നെയാണ്. അല്ലെങ്കിൽ 100 ml നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 100 ml പെട്രോൾ തന്നെയാണ് വരുന്നത്. ഇനി മുതൽ അതായത് 2025 ആകുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ലിറ്റർ പെട്രോൾ നമ്മൾ അടിക്കുമ്പോഴേക്കും, പമ്പിൽ പോയി അടിക്കുമ്പോഴേക്കും അതിൽ 80 ലിറ്റർ ഈ പറഞ്ഞ പോലെ പെട്രോളും ബാക്കി 20 ലിറ്റർ ബേസിക്കലി എന്തായിരിക്കും, ഈ പറഞ്ഞ എത്തനോളും ആയിരിക്കും. അതാണ് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത പെട്രോളിനെയാണ് EBT, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ, EBP എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്നറിയപ്പെടുന്നു. ഇപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ എഞ്ചിൻ ഇത്തരത്തിൽ ഈ പറഞ്ഞ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളുകൾ ഉപയോഗിക്കാൻ പാകത്തിലുള്ള എഞ്ചിൻസ് ആണ് മെയിൻലി നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ 10%, 20% എന്നൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങളിലെ എഞ്ചിനുകളിലും ഇത് പോസിബിൾ ആണെന്നുള്ളതാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത്. 10%, 20% ഒക്കെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങളുടെ എഞ്ചിനിലും ഇത്തരത്തിൽ പെട്രോളിനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അതുകൊണ്ടിട്ടാണ് മെയിൻലി നമ്മൾ ഈ പെട്രോൾ ബ്ലെൻഡിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡിംഗ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് രംഗത്ത് വന്നത്. അത് രംഗത്തേക്ക് വരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന ഒരു വസ്തുവാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് നമ്മുടെ ഇവിടെ ശുദ്ധീകരിക്കുന്നതൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലൊക്കെ, നമ്മൾ കൊച്ചി റിഫൈനറിലൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് നെഗറ്റീവിലാക്കിക്കൊണ്ടിരിക്കുക. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തി എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞു നൽകുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതിൽ ഇന്ത്യക്ക് കറന്റ് പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ്, ഒരു ഡെഫിസിറ്റ് ട്രെൻഡാണ് പൊക്കോണ്ടിരിക്കുന്നത്. മിക്ക രാജ്യങ്ങളുമായിട്ട് നെഗറ്റീവ് ട്രെൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ആകെപ്പാടെ US മാത്രമാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം USA ബന്ധപ്പെട്ട് മാത്രമാണ് ഇന്ത്യക്ക് ഒരു ട്രേഡ് സർപ്ലസ് ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ട്രേഡിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഡെഫിസിറ്റ് ആണുള്ളത്. സോ ഇങ്ങനെ മിക്ക രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റാണ്. കാരണം ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സോ അത് കുറയ്ക്കണം, ആ ഇറക്കുമതി ചെലവ് ഇന്ത്യക്ക് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി കുറയ്ക്കണം. ആ ക്രൂഡ് ഓയിൽ പക്ഷേ ഒരുപാട് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നൊക്കെ ആണെങ്കിലും ക്രൂഡ് ഓയിലിനകത്ത് നമ്മൾ പതുക്കെ അല്ലെങ്കിൽ റിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ബ്ലെൻഡ് ഉപയോഗിക്കുന്നു, ഇത്തരത്തിലുള്ള എത്തനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ അതിനെ ക്ലീനർ ആക്കാൻ പറ്റും. കാരണം എത്തനോൾ എന്ന് പറയുമ്പോഴേക്കും കൂടുതൽ ഓക്സിജൻ മോളിക്യൂൾസ് അതിനകത്തുണ്ട്. അപ്പം കൂടുതൽ ഈ പറഞ്ഞ കമ്പസ്റ്റിനെ സഹായിച്ചോളും. നല്ല രീതിയിൽ ആ ഫ്യൂവൽ കമ്പസ്റ്റ് ആയിക്കോളും. പുറത്തേക്ക് പുറന്തള്ളുന്ന പുക ഒരു പരിധി വരെ നമുക്ക് താരതമ്യേന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ഈ എത്തനോളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മെയിൻലി ഷുഗർ കെയിൻ എന്നാണ്. ഷുഗർ ഉപയോഗിച്ചാണ് മെയിൻലി ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സിന് ഒരു അഡീഷണൽ ഇൻകം ആയിട്ട് മാറും. ഷുഗർ കെയിനും അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഹസ്ക്, മെയ്സ് ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ എത്തനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് പറയുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്, കർഷകന് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഈ സ്റ്റബിൾ ബേണിംഗ് എന്നുള്ള പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. കാരണം ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം ആ കച്ചി ആയാലും അല്ലെങ്കിൽ വൈക്കോലൊക്കെ ആണെങ്കിലും പാടത്ത് തന്നെ ഇട്ട് കത്തിക്കുക. ആ ഒരു സമയം വരുമ്പോഴേക്കുമാണ് നമ്മുടെ UP അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൽഹിയിലൊക്കെ തന്നെ ഭയങ്കര രീതിയിൽ പുക മലിനീകരണമൊക്കെ നമ്മൾ വാർത്ത കേൾക്കാറില്ലേ, ആ ഒരു പോയിന്റ്. അപ്പം അങ്ങനെയുള്ള സ്റ്റബിൾ ബേണിംഗ് നമുക്ക് ഒരു പരിധി കുറയ്ക്കാൻ പറ്റും. ഫാമേഴ്സിൻ്റെ ഒരു അഡീഷണൽ ഇൻകം നമുക്ക് അവിടെ നേടിക്കൊടുക്കാനും സാധിക്കും. സോ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് എത്തനോൾ ബ്ലെൻഡിംഗ് നമ്മൾ നടപ്പാക്കാൻ തുടങ്ങിയത്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇന്ത്യയിൽ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ കാര്യവും മറക്കരുത്, ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ടിട്ട് അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള
കൊണ്ടുള്ള ഗുണങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ കമ്പസ്റ്റൻ, നല്ല രീതിയിൽ ആ ഒരു ഫ്യൂവൽ കമ്പസ്റ്റനിൽ വിധേയമാകും, ലോവർ എമിഷൻസ് ആണ്, ഇംപ്രൂവ്സ് ദ ഫ്യൂവൽ എൻവയോൺമെന്റൽ പെർഫോമൻസ്, അതായത് വാഹനങ്ങളുടെ ഫ്യൂവൽ എഫിഷ്യൻസിയിലും വർദ്ധിക്കാനായിട്ട് സഹായിക്കും. എന്നാൽ ഇതിനെ സേർട്ടൻ ഈ പറഞ്ഞ പോലെ ഡിസഡ്വാൻറ്റേജ്, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു എയിം പറയുവാണെങ്കിൽ തുടക്കത്തിൽ 2030 ഓടുകൂടി 20% ബ്ലെൻഡ് ചെയ്യണമെന്നായിരുന്നു. ബട്ട് കറന്റ് നമ്മൾ ആ ഒരു റിവൈസ് ചെയ്ത് 2025 ആകുമ്പോഴേക്കും ഇന്ത്യ എത്തനോൾ ബ്ലെൻഡഡ് ഈ പറഞ്ഞ 20% എത്താൻ സാധിക്കണം. നമ്മൾ ഓൾമോസ്റ്റ് അതിന് നിയർ തന്നെ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ വാഹനങ്ങളെല്ലാം തന്നെ EBT 20% എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഈ പറഞ്ഞ പോലെ 20% ഉപയോഗിക്കാൻ സാഹചര്യത്തിൽ തന്നെയാണ്. ബട്ട് പെട്രോളിന്റെ ബ്ലെൻഡിംഗ് ആണ് ഓൾറെഡി നമ്മൾ E10 അച്ചീവ് ചെയ്തു. ഓക്കെ, E10 എന്ന് പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡിംഗ് 10%, അത് നമ്മൾ അച്ചീവ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഏതിലേക്ക് മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ്? E20ലേക്ക് മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ ഒരുപാടധികം നേട്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫാമേഴ്സിന് എക്സ്ട്രാ ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ സ്റ്റബിൾ ബേണിംഗ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് പൊല്യൂഷൻ കുറയ്ക്കാം. വാഹനം നല്ല ക്ലീൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഫ്യൂൽ ബേൺ ചെയ്യുന്ന കാരണം അതിൽ നിന്നുള്ള വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് നെഗറ്റീവുകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് അറിഞ്ഞിരിക്കണം. ഇതിനകത്തെ കണക്കുകൾ പ്രകാരം, റിസർച്ച് സയന്റിഫിക്കുള്ള കണക്കുകൾ പ്രകാരം 70 ലിറ്റർ എത്തനോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് അവിടെ എത്തനോൾ മെയിൻലി ഷുഗർ കെയിൻ ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമല്ലോ. ഇവിടെ 70 ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 2860 അപ്രോക്സിമേറ്റ്ലി കേട്ടോ, അപ്രോക്സിമേറ്റ്ലി 2860 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമുക്ക് വേണ്ടി വരും. അപ്പോൾ വാട്ടറിന്റെ കൺസംഷൻ നല്ല രീതിയിൽ വേണം, എങ്കിലേ ഉള്ളൂ ഇതിൽ നമുക്ക് എത്തനോളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. നോക്കി, 70 ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് 2860 ലിറ്റർ വാട്ടറാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. സോ വാട്ടർ സ്കേഴ്സിറ്റി ഒരു പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ മാറാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ വാഹനം എന്നുള്ള പുക കുറയ്ക്കുമെന്ന് പറഞ്ഞല്ലോ. വാഹനങ്ങൾ എന്നുള്ള പുക കുറയ്ക്കുമെന്ന് പറയുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ തന്നെയാണ് കുറച്ചൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഘടകങ്ങൾ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അവയിൽ നിന്നും എമിറ്റ് ചെയ്ത് പോകാതെ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിയുമ്പോഴും അതൊക്കെ എമിറ്റ് ചെയ്യാറുണ്ട്. സോ ആസ് എച്ച് ഹോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പുക മലിനീകരണമൊക്കെ തന്നെ തടയാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ടു ആൻ എക്സ്റ്റെന്റ് കുറച്ചൊക്കെ കുറയ്ക്കാം. പിന്നെ ഫാമേഴ്സിന്, ഏറ്റവും പ്രധാനമായിട്ട് ഫാമേഴ്സിന് ഒരു അഡീഷണൽ ഇൻകം ആണെങ്കിലും നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് എത്തനോൾ ബ്ലെൻഡഡ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ന് പഠിച്ച് ഈ പറഞ്ഞ പോലെ 2+2 ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്, 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ് കേട്ട് വെച്ച് കഴിഞ്ഞാൽ ആ 2 സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. സോ തീർച്ചയായിട്ടും ആൻസേഴ്സ് എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്